أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, നമ്മുടെ ഇടയിൽ നിന്ന് കണ്ടുവരുന്ന ചില ചിത്രങ്ങൾ ഒന്ന് രണ്ട് പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടിയെ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു. ഈ ചിത്തടിമയത്തിലുള്ള കുത്തുബിയത്തിന്, അതുപോലെ തന്നെ പല ഭാഗത്തും നടക്കുന്ന കുത്തുബിയത്തുകൾക്ക് ഇന്ന് പണ്ഡിതന്മാർ ധാരാളമായി വരുന്നു. നേരത്തെ അങ്ങനെ കാണാറില്ലായിരുന്നു. അത് ചിത്തടിമയത്തിൽ മാത്രമല്ല, പല സ്ഥലത്തും നടക്കുന്ന സലാത്തുകൾക്കും ദിക്റുകൾക്കും പണ്ഡിതന്മാർ ധാരാളം വരുന്നു. അത് നേരത്തെ കാണാറില്ല. എന്നാൽ സാധാരണക്കാരായ കുറച്ചാളുകൾ കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ മഹാന്മാരെ തരം താഴ്ത്തി സംസാരം തുടങ്ങിയപ്പോൾ അവർ സാധാരണക്കാർ ഇത് കേട്ട് വിശ്വസിച്ചു, കുറച്ച് മാറി നിന്നതാണ്. എന്നാൽ പണ്ഡിതന്മാരോട് അത് നടക്കൂല. അതുകൊണ്ട് തന്നെ അവർ കിതാബിയായി ശരിക്കും മനസ്സിലാക്കിയ ആളുകൾ വ്യക്തമായിട്ടും അവർ വരിക തന്നെ ചെയ്യും. അവർ ധാരാളം വരലും തുടങ്ങിയതാണ് സംഭവം. പക്ഷേ അതോടുകൂടെ കാണുന്ന സംഭവം ഞാൻ ചോദിച്ചിരുന്നു. ബിദഈകളുടെ മസ്ജിദുൽ അറാറിലേക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ സാധാരണക്കാർ കുറച്ച് ആളുകൾ ഇപ്പോൾ പോകുന്നുണ്ട്, കാണുന്നുണ്ട് ജുമാ ജമാഅത്തിന് വേണ്ടിയിട്ട്. അതും കൂടി പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞു തന്നു. നേരത്തെ മഹാന്മാരെ വളരെ പുകഴ്ത്തിയും കൊണ്ടും മറ്റും സംസാരിച്ച നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ അവരെ തരം താഴ്ത്തിക്കൊണ്ടുള്ള സംസാരം വന്നപ്പോൾ അന്ന് ബിദഈകൾ അവരെ തരം താഴ്ത്തി സംസാരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ കുഴപ്പം ഒന്നുമില്ല എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് അവരാ മസ്ജിദുൽ ഇറാറിലേക്ക്, ബിദഈകളുടെ മസ്ജിദുൽ ഇറാറിലേക്ക് പോകുന്നത്. അത് സാധാരണക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് പ്രസംഗിച്ചയും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ചയും ആളുകളാണ് സൂക്ഷിക്കേണ്ടത്. അവർക്ക് നാളെ റബ്ബിൻ്റെ മുമ്പിലെത്തുന്ന സമയത്ത് കൈവലഞ്ഞവനെ പോലെ അല്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയട്ടെ. ഇത് അവരിൽ നിന്ന് കേട്ടത് നിങ്ങളിലേക്ക് ഞാൻ വെച്ചതാണ്. മടവൂർ മഹാനരെ ആരാണെന്ന് ഏത് വലിയും ഏത് മഹാന്മാരും അതാത് കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാരാണ് സ്ഥിരപ്പെടുത്തേണ്ടത്, സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടത്. മടവൂർ മഹാനരുടെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരാണ്. ശംസുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അതിൽ പ്രധാനിയാണ് കാന്തപുരം ഉസ്താദ്, CP ഉസ്താദ്, ഉള്ളാളം തങ്ങൾ. അന്ന് അവരാണ് ഇന്ന് പ്രവർത്തന മേഖലയിൽ ശോഭിച്ച് നിൽക്കുന്നവർ. അവരുടെ നാവിലൂടെ വരുന്നതാണ് അന്നത്തെ ജനങ്ങളും ശ്രദ്ധിക്കാറുള്ളത്. ആ കാന്തപുരം ഉസ്താദ് തന്നെ വ്യക്തമായി കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. അവിടുന്ന് അനുഭവിച്ച കറാമത്തുകളാണ് പറഞ്ഞു തന്നത്, അല്ലാത്തത് പറഞ്ഞിട്ടില്ല. വാദപ്രതിവാദത്തിന് പാലക്കാട് പോകുന്ന സമയത്ത് കാണാൻ കഴിയാതെ നിരാശനായി പോകുന്ന സമയത്താണ് പാലക്കാടുള്ള വലിയൊരു മഖാം സിയാർത്ത് ചെയ്ത് പുറത്തു വരുമ്പോൾ മടവൂർ മഹാനരയച്ച വ്യക്തിയെ കാണുന്നത്. ധൈര്യമായി പോവാനും വളരെ വിജയമുണ്ടെന്നും പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞത്. പൈസ എടുത്തു കൊടുത്തപ്പോൾ വാങ്ങിയില്ല, എൻ്റെ കയ്യിൽ പണം തന്നിട്ടുണ്ട്. അപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം, ഒരളയാൽ പോലും ഞാൻ അറിയും എന്ന് പണ്ഡിതൻ്റെ മുമ്പിലാണ് കാണിച്ചത്. കാരണം പല സ്ഥലത്തും പോയി അന്വേഷിച്ചിട്ടുണ്ടെന്നും കണ്ടിട്ടില്ലെന്നും അങ്ങനെ പോകുന്നുണ്ടെന്നും എവിടെ വെച്ചാണ് അവരെ കണ്ടുമുട്ടേണ്ടതുമെന്നും വ്യക്തമായി തീരുമാനിച്ചു. അവിടേക്ക് കറക്റ്റിന് യോജിപ്പിച്ചു കൊടുത്തെങ്കിലും അതേപോലെ തന്നെ കാന്തപുരം ഉസ്താദ് തന്നെയാണ് പറയുന്നത്. ആ വാദപ്രതിവാദം കഴിഞ്ഞ് വന്ന് പനി പിടിച്ചു. പല നിലക്കും പല ഡോക്ടർമാരെയും കാണിച്ചിട്ടും പനി മാറിയില്ല. അങ്ങനെയാണ് ഒരു ദിവസം സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം വന്ന് മഹാനരിങ്ങ് വരലോടുകൂടെ എല്ലാവരും അക്രമകാരികൾ ഓടിപ്പോയി. അവർക്ക് പിന്നെ രക്ഷയില്ലാതായി, അവരോടിപ്പോയി. അന്നേരം എന്നോട് പറഞ്ഞത് ലാ തഖഫ് എന്നാണ്. പിന്നീട് ഈ സന്തോഷം വെച്ച് കാണാൻ പനിയൊക്കെ പോയി, മരുന്നിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അങ്ങനെ ഈ പിന്നെ കാണാൻ ചെന്നപ്പോൾ അന്നേരം പറയുന്നു യൂസുഫ് കോയ തങ്ങളും അന്നേരം അടുത്തുണ്ട്.
അന്നേരം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാ തഖഫ് എന്ന്, ഇപ്പോൾ പറയുന്നു വലാ തഹ്സൻ എന്ന്. അപ്പം ഉറക്കിലും ഉണർവിലും അവർക്ക് മരണമോ ഹയാത്തോ വിഷയം അല്ല എന്നാണ് കാണിച്ചു തന്നത്. ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതനാ കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അവരെ തരം താഴ്ത്തി സംസാരിച്ചവർ സൂക്ഷിച്ചോ, നിങ്ങൾക്ക് നാളെ കൈവലജവനാവും. കാരണം ഈ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണത്തിൻ്റെ ഉത്തരവാദി പൂർണ്ണമായും ഈ പ്രസംഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരാണ്. പണ്ഡിതന്മാരെ പറ്റിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സംസുലുലമ ഒരിക്കൽ പോലും മുഖത്തോട് മുഖം നിൽക്കാറില്ലായിരുന്നു. കാരണം ശൈഖുനാനെ നേരിട്ട് കാണിച്ചു കൊടുത്തതാണ്. ഞാൻ പല എപ്പിസോഡിലും അത് പറഞ്ഞിട്ടുണ്ട്. നേരായിട്ട് കാണിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ച സമയത്തുണ്ടായ ആ അനുഭവം, അതേ രൂപം അങ്ങ് കണ്ടപ്പോഴാണ് പിന്നെ മുഖത്തോട് മുഖം നിന്നിട്ടില്ല. ഒരു ദിവസം മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ഉള്ളവർ പറയുകയുണ്ടായി, മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് വന്ന് കാണാൻ വന്നപ്പോൾ കാലിൻ്റെ ഭാഗത്ത് അവിടെ നിന്നു ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് കട്ടിലില്ലായിരിക്കാൻ പറഞ്ഞത് നിർബന്ധിച്ചപ്പോൾ തലയെക്കെട്ടയച്ച് താഴ്ത്ത് അവിടെ ഇരുന്നു. കാരണം സംസുലമാരാണെന്ന് മനസ്സിലാക്കണം. അവർ മനസ്സിലാക്കിയ മഹാനായതുകൊണ്ടാണ് ആ സംഭവം. അതുപോലെ തന്നെ CP ഉസ്താദ് പറയുന്നു, ഞാൻ വരിയിൽ നിന്ന് ബുദ്ധിമുട്ടായപ്പോൾ, കാല് വേദനിച്ചപ്പോൾ ഞാനൊന്ന് കണ്ടാൽ പോകാമായിരുന്നു എന്ന ആഗ്രഹത്തിൽ ഉപ്പാൻ്റെ അടുത്തേക്ക് ഒരു യാസീൻ തുടങ്ങുമ്പോഴത്തേക്ക് മോളിന്ന് വിളിച്ചു. അവിടുന്ന് പറഞ്ഞു, സലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നൊന്ന് കാണാൻ ഉപ്പാനോടൊക്കെ പരാതി പറയേണ്ടി ആവശ്യം വന്നോ എന്ന് ചോദിച്ചെങ്കിൽ, ഞാൻ കാണുന്നു നിങ്ങളുടെ കൽബ് എന്ന് ആണത് മനസ്സിലാക്കേണ്ടത്. ആ വരിയിൽ നിൽക്കുന്ന 100ഉം 150ഉം 200ഉം ആളുകൾ ഒരേ ടൈമിന് വരിയിലാണ്. ആയിരക്കണക്കിന് ആളാണ് ദിവസവും വന്നു പോകുന്നത്. ആ വരിയിൽ നിന്ന് ആരൊക്കെ ഏതൊക്കെ ഹൃദയം നിന്ന് നേരിൽ കാണൂ എന്ന് CP ഉസ്താദാണ് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മടവൂർ മഹാനരെ പറ്റി നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, അത് തരം താഴാൻ പോകുന്നില്ല. ആടുന്ന് സിയാറത്ത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സാധാരണക്കാരായ ആളുകൾ അവർ പഴച്ചു പോയാൽ ബുദ്ധിമുട്ട് വന്നിട്ട് മസ്ജിദുൽ ഇറാലിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പ്രസംഗിച്ചവരാണ്. സൂക്ഷിച്ചോ, തിരുത്തിക്കോ ജനങ്ങളെ മാത്രമേ പറയാനുള്ളൂ. ആരാണെന്ന് എനിക്കറിയില്ല, ആരോ ആട്ടെ. അങ്ങനെ പറഞ്ഞത് കേട്ടു. ഒരു പണ്ഡിതൻ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പരസ്യം ചെയ്യുക നിർബന്ധമായി. അതുകൊണ്ടാണ് ഞാനിത് പരസ്യം ചെയ്ത് സൂക്ഷിക്കുന്നത് നന്ന്, അത്രേ പറയാനുള്ളൂ. വെറും മഹാനർക്ക് മാത്രമല്ല സംസാരം കൊണ്ട് വന്നതെന്നാ പറയുന്നത്. കഴിഞ്ഞ കാല ആലിമീങ്ങളൊക്കെ കാണിച്ചു തന്ന ബദർ മൗലൂദ്, അതുപോലെ തന്നെ മൊഹീദ്ദീൻ മൗലിദ്, മൊഹീദ്ദീൻ റാത്തീബ്, ഇതൊക്കെ പഴച്ചതാണെന്നല്ലേ ആ വാദത്തിൽ നിന്ന് വരിക. വെറും വടബൂർ മഹാനർ മാത്രമാണോ എന്ന ചോദ്യം. സൂക്ഷിക്കുന്നത് നന്ന്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. തൽക്കാലം നിർത്തുന്നു, വേണ്ടി വന്നാൽ പറയാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൈ മലഞ്ഞവനായി നാളാഹത്തിലൊന്നുമില്ലാതെ ഈ സാധാരണക്കാർക്ക് നിങ്ങളുടെ ഇബാദത്തുകൾ എടുത്തു കൊടുത്ത് കണ്ടമാനം കഷ്ടപ്പെട്ട് ഊണും ഉറക്കുമില്ലാതെ പല സ്ഥലത്തും ഓടി നടന്ന് പ്രസംഗിച്ച് മാറ്റിയെടുത്തതിനെ തിരുത്തിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സാധാരണക്കാരൻ ഈ അധ്വാനിച്ചതൊക്കെ സാധാരണക്കാരൻ കൊണ്ടുപോകുമെന്ന കാര്യം മറന്നു പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പണ്ഡിതൻ അങ്ങനെ പറയുമ്പോൾ ഇത് ഞാൻ തിരുത്തൽ നിർബന്ധമായിരിക്കുന്നു. ഇതാണ് ഞാനിപ്പോൾ പറയുന്നത്. തൽക്കാലം നിർത്തട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഒരൊറ്റ മോനും അള്ളാഹു തആല ഹിദായത്ത് കൊടുത്ത ഒരൊറ്റ മോനും റബ്ബേ പഴക്കരുതേ അള്ളാ, അവരെ ഹിദായത്തിലേക്ക് തന്നെ ആക്കണേ അള്ളാ. ഒരു ബിദഅ പ്രസംഗിച്ചത് കൊണ്ടും പഴയ്ക്കാറില്ലായിരുന്നു. ഇപ്പോൾ അത് കാണുന്നു റബ്ബേ, പഴച്ചൊരവസ്ഥ കാണുന്നു. അവർ സാധാരണക്കാരാണ്, തെറ്റിദ്ധരിച്ചവരാണ്. ആ തെറ്റിദ്ധാരണയിൽ നിന്ന് അവരകറ്റണേ അള്ളാ. അതിന് പരിഹാരം കാണണേ അള്ളാ. റബ്ബല്ലാതെ ഹിദായത്ത് നിലനിർത്തുന്നവനില്ല, റബ്ബല്ലാതെ ഹിദായത്ത് തന്നവനില്ല. ഏത് അമ്പിയാക്കളും ഏത് ഔലിയാക്കളും ചെയ്തു തരുന്നതും റബ്ബാണ്. അമ്പിയാക്കളെയും ഔലിയാക്കളെയും സഭവായി നിശ്ചയിച്ചു, അവരെ കൊണ്ട് അല്ലാഹു തആല ചെയ്യിച്ചു, അവർക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തു, അവർക്ക് അല്ലാഹു എല്ലാം കൊടുത്തു. എന്നാൽ അധികാരം കൊടുത്തത് തന്നെ ദുരുപയോഗം ചെയ്താൽ, റബ്ബിൻ്റെ പൊരുത്തത്തിനെതിരായി കഴിഞ്ഞാൽ അങ്ങനെ പോലെ പിടിച്ച് പുറത്തും വിട്ടും. അള്ളാഹ് ഞങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങൾ ആരെയും ഹിദായത്തിൽ നിന്ന് നശിപ്പിക്കരുതേ അള്ളാഹ്. ആരെങ്കിലും എവിടുന്നെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ട് ഞങ്ങൾ പേച്ചു പോകുന്നൊരവസ്ഥ വരരുതേ അള്ളാഹ്. ഹക്കായ ദീന്, ഹക്കായ നിലക്ക് തന്നെ വിശ്വസിച്ച് ആ മനസ്സ് അവാച കർമ്മണ പ്രാവർത്തികവുമാക്കി സന്തോഷത്തിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അള്ളാഹ്. ഞങ്ങൾ സാധുക്കളാണ്. ഞങ്ങൾക്ക് നീ തന്നയിലുമേ ഞങ്ങളിലുള്ളൂ, എല്ലാം തന്നതേ ഉള്ളൂ റബ്ബേ. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്ന തമ്പുരാനെ സഹായിക്കണം അള്ളാഹ്. എല്ലാ മക്കളോടും പറയാനുള്ളത്,
ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആർക്കും കേട്ട് പഴച്ചു പോകരുതേ. അത് ശ്രദ്ധിക്കണേ. നമ്മളിടയിൽ ഉഹ്റബിയായി ചിന്തിക്കുന്ന നല്ല മുത്തഖീങ്ങളായ പണ്ഡിതന്മാരുണ്ട്. അവരെ കണ്ടുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കണേ എന്ന് മാത്രം പറഞ്ഞ് നിർത്തട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.